മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം ഇപ്പോൾ PV അൻവർ പുറത്തേക്ക് വരികയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ഉടൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് PV അൻവർ പറഞ്ഞത്. അദ്ദേഹം മുഖ്യമന്ത്രിയെ കണ്ടതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരികയായിരുന്നു. MLA ഹോസ്റ്റലിലേക്കാണ് PV അൻവർ പോയിട്ടുള്ളത്. MLA ഹോസ്റ്റലിൽ വെച്ച് മാധ്യമങ്ങളെ കാണും PV അൻവർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്പസമയത്തിനകം അൻവറിന്റെ പ്രതികരണം പ്രതീക്ഷിക്കുകയാണ്. അല്പസമയത്തിനകം PV അൻവർ MLA പ്രതികരിക്കും. ഒരു അസാധാരണ സംഭവത്തിനാണ് സെക്രട്ടേറിയറ്റ് സാക്ഷ്യം വഹിച്ചത്. ആഭ്യന്തര വകുപ്പിനെതിരായ പരാതിയാണ് ഇപ്പോൾ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് PV അൻവർ വെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അദ്ദേഹം പുറത്തുവിട്ട കാര്യങ്ങൾ, അതിന്റെ തെളിവുകൾ ഇന്ന് മുഖ്യമന്ത്രിക്ക് നൽകും എന്നുള്ള കാര്യം കഴിഞ്ഞ ദിവസം അൻവർ പറഞ്ഞതാണ്. അതാണ് ഇന്ന് സെക്രട്ടേറിയറ്റിലെ കൂടിക്കാഴ്ചയിൽ നടന്നത്. VV അരുൺ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി സെക്രട്ടേറിയറ്റിൽ നിന്ന്. അരുൺ, എന്തായാലും മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയല്ലേ അൻവർ പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ എന്താണ് മുഖ്യമന്ത്രിയെ അറിയിച്ചിട്ടുള്ളത് എന്ന കാര്യത്തിലും ഒരു വ്യക്തത വരുമല്ലോ. തീർച്ചയായിട്ടും MLA ഹോസ്റ്റലിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ PV അൻവർ അറിയിച്ചിട്ടുള്ളത്. നേരത്തെ അദ്ദേഹം ഇവിടെ സെക്രട്ടേറിയറ്റിൽ മുഖ്യമന്ത്രിയെ കണ്ട ശേഷം ഇവിടെ വെച്ച് തന്നെ മാധ്യമങ്ങളെ കാണും എന്നാണ് ആദ്യ അറിയിപ്പ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ അദ്ദേഹം വാർത്താ സമ്മേളനം MLA ഹോസ്റ്റലിലേക്ക് മാറ്റിയിരിക്കുന്നു. എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എന്താണ് അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞത്, എന്ത് തെളിവുകളാണ് അദ്ദേഹം മുഖ്യമന്ത്രിക്ക് കൈമാറിയതെന്ന കാര്യവും വളരെ പ്രധാനപ്പെട്ടതാണ്, നിർണായകമാണ്. അല്പസമയത്തിനകം അദ്ദേഹം MLA ഹോസ്റ്റലിൽ മാധ്യമങ്ങളെ കാണും. അവിടെ വെച്ചാകും അദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്, കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. മാധ്യമങ്ങളെ ഇവിടെ വെച്ച് കാണുമെന്ന അറിയിപ്പാണ് അദ്ദേഹം നേരത്തെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് നമുക്ക് നൽകിയത്. പക്ഷേ ഇപ്പോൾ അത് മാറ്റിയിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനകം MLA ഹോസ്റ്റലിൽ വെച്ച് മാധ്യമങ്ങളെ കാണുമെന്നാണ് ഇപ്പോൾ നൽകുന്ന വിവരം. മുഖ്യമന്ത്രിയുമായി ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ടു PV അൻവറിന്റെ കൂടിക്കാഴ്ച. ആ കൂടിക്കാഴ്ച ശേഷമാണ് അദ്ദേഹം സെക്രട്ടേറിയറ്റിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അവിടെ അതിനുശേഷം മാധ്യമങ്ങളെ കാണുമെന്ന അറിയിപ്പും വന്നിരിക്കുന്നു. ശരി അരുൺ, അല്പസമയത്തിനകം MLA ഹോസ്റ്റലിൽ വെച്ച് PV അൻവർ മാധ്യമങ്ങളെ കാണും. അദ്ദേഹം അപ്പോൾ പറയുന്ന കാര്യങ്ങൾ അത് അതിനിർണായകമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ആഭ്യന്തര വകുപ്പിനെതിരെയുള്ള പരാതികളാണ് അദ്ദേഹം പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് ഉന്നയിച്ചത്. അതിനുള്ള തെളിവുകൾ അദ്ദേഹം കൊടുത്തിട്ടുണ്ടോ എന്നത് പ്രധാനമാകും. പ്രത്യേകിച്ച് ക്രമസമാധാന പാലന ചുമതലയുള്ള ADGP MR അജിത് കുമാറിനെതിരെ, അജിത് കുമാറിന്റെ ചെയ്തികളെക്കുറിച്ച് പൊതുസമൂഹത്തോട് വിളിച്ചു പറഞ്ഞ PV അൻവർ ഇതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ മുഖ്യമന്ത്രിക്ക് കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. അതിൽ ഫോൺ കോളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ, രേഖകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ അല്പസമയത്തിനകം ബോധ്യമാകും. MR അജിത് കുമാറിനെതിരെ പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് അദ്ദേഹം മാധ്യമങ്ങളിലൂടെ ഉന്നയിച്ച കാര്യങ്ങളിൽ കൊലപാതകം പോലും ഉൾപ്പെട്ടിരുന്നു. സ്വർണ്ണക്കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ, കേസുകൾ അട്ടിമറിക്കൽ തുടങ്ങിയ കാര്യങ്ങളിൽ MR അജിത് കുമാറിന് പങ്കുണ്ട്. അത് പല കേസുകളിലായിട്ട് പങ്കുണ്ട് എന്ന കാര്യം PV അൻവർ പറഞ്ഞത് ഞെട്ടലോടെയാണ് കേട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതിപക്ഷം പോലും ഉന്നയിക്കാത്ത ആരോപണങ്ങളായിരുന്നു. ഭരണപക്ഷ MLA ആയ PV അൻവർ, അതും മുഖ്യമന്ത്രിക്ക് പ്രിയങ്കരനായ എന്ത് ആരോപണം PV അൻവർ ഉന്നയിച്ചാലും അതിനെ പിന്തുണച്ചിരുന്നു അടുത്ത കാലം വരെ CPM. ഇപ്പോഴും അതിലൊരു മാറ്റവും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ CPMന്റെ നേതാക്കൾക്ക് പോലും അൻവർ എന്താണ് ഇങ്ങനെ തുറന്നു പറയുന്നത് എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്, ആശയക്കുഴപ്പമുണ്ട്. അൻവറിനെ തള്ളാനും കൊള്ളാനും പറ്റാത്ത ഒരവസ്ഥയിലാണ് ഭരണപക്ഷ MLA മാർ പോലും, CPMന്റെ നേതാക്കൾ പോലും. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി എന്താണ് പറയുന്നത് എന്ന കാര്യവും നിർണായകമാണ്. എന്താണ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന കാര്യവും PV അൻവർ മാധ്യമങ്ങളോട് പറയുവാനുള്ള സാധ്യതയുണ്ട്. തുറന്നു പറയുവാൻ തന്നെയായിരിക്കും PV അൻവർ തയ്യാറാകുക. കാരണം ഇത്രയും സമയം, ഇത്ര 2 ദിവസങ്ങളിൽ അദ്ദേഹം പല കാര്യങ്ങളും തുറന്നു പറയാൻ തയ്യാറായെങ്കിൽ ഒരിടത്തുകൊണ്ട് അവസാനിപ്പിക്കുവാൻ PV അൻവർ തയ്യാറാകും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ